സകല ഗുലാബിയായി ഇന്ന് മുസ്ലിമുകൾ മാറുക. അവൻ ക്രിസ്മസ് വന്ന തൊപ്പിട്ട് ചാടി കളിക്കും, അവൻ അപ്പൂപ്പനായി മാറും, അവനക്ക് പ്രശ്നമില്ല, അവൻ സ്റ്റാർ കെട്ടിത്തൂക്കും. മറ്റു മതത്തിന്റെ ആഘോഷം വന്നാൽ അതിന്റെ വേഷം കെട്ടും, അതിന്റെ കളി കളിക്കും, അതിന്റെ ആശംസകൾ നേരും, അതുമ്മ വെച്ച് അവൻ എന്തും ചെയ്യും, അവനക്ക് പ്രശ്നമില്ല. സുഹൃത്തുക്കളെ, ബലിപെരുന്നാൾ വന്നാല് നമ്മുടെ പോത്തിനെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി അവൻ വിതരണം ചെയ്യാൻ സഹായിച്ചെങ്കിലേ ഇവിടുത്തെ ഒരു മറ്റു മതസ്ഥന് ഇവിടെ സൗഹാർദ്ദമുള്ളവനാന്ന് പറയാൻ പാടുണ്ട്. നമുക്ക് ആവില്ലല്ലോ, അത് നമ്മുടെ മുസ്ലിമിന്റെ ആചാരമാണ്, അതിന് വേറെ ആരും സഹായിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും അതുപോലെ, എന്തിനേറെ അവരൊക്കെ മാറി നിൽക്കുന്നത് ഞങ്ങൾ ഇതൊന്ന് ആഘോഷിക്കട്ടെ എന്ന കോലത്തിലേക്ക് ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ടവരെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഇതിനാരെങ്കിലും എതിർക്കുന്നവരാണ് ഇപ്പൊ തീവ്രവാദി. ഇതിങ്ങനെ നമ്മൾ പോകാൻ പറ്റില്ല. ഇത് നമ്മളെ ദീനിനെ ബാധിക്കുന്ന പറയുന്നവരൊക്കെ വമ്പിച്ച പരാജയക്കാരായി മാറും. ഇത് ചെയ്യുന്നവരൊക്കെ നല്ല മുസ്ലിങ്ങൾ, ഇത് ചെയ്ത് ആഘോഷിച്ച് നടക്കുന്നവരൊക്കെ നല്ല ലിബറൽ മുസ്ലിമീങ്ങൾ, അവർക്ക് എന്തോരം നല്ല മനുഷ്യന്മാരാ. യഥാർത്ഥ ദീനനുസരിച്ച് ഒരു മനുഷ്യൻ മാറിന്നാല് അയാളെ ശ്രദ്ധിക്കണം, അയാൾ കുറച്ച് ഓവറാണ്. ആരാ പറയണത്? ഈ നമ്മൾ തന്നെ പറയാണ്. എന്താ അവരൊക്കെ ചെയ്യണ്ടല്ലോ, ഇവര് ചെയ്യണ്ടല്ലോ. ക്യാമ്പസുകളിലും അങ്ങാടികളിലും എന്താ പറഞ്ഞോ, ഭൂരിഭാഗം ആൾക്കാരും അതിനോട് സഹകരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത്ര ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഈ ഇസ്ലാമിനൊരു തനതായ വ്യക്തിത്വമുണ്ട്, അത് കളഞ്ഞുകൊണ്ടൊരു സൗഹാർദ്ദമില്ല. എന്നാൽ ഒരു മനുഷ്യനെ വേദനിക്കുന്ന ഏത് മനുഷ്യനും വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, രോഗിയാണെങ്കിൽ സഹായിക്കാൻ നമ്മൾ സന്നദ്ധനാണ്. അവരുടെ മതത്തിന്റെ ആചാരങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ശക്തമായ താക്കീത്. ഇത് വെറുപ്പല്ല, യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി പറയുന്ന വാക്ക.